നാം വിശ്വാസത്തിൽ വളരുവാനും കൃപയാൽ പൂരിതരാകുവാനും കൂദാശകളിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിലൂടെയും പൗരോഹിത്യ ശുശ്രൂഷകരിലൂടെയും സഭയെ തെറ്റുകൂടാതെ വഴി നടത്തണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. വിശുദ്ധ കുർബാനയോടുള്ള അത്യുന്നതമായ ആദരവോടും ഭക്തിയോടും കൂടെ മണിക്കൂറുകളോളം സക്രാരിക്ക് മുൻപിൽ ചിലവഴിക്കുന്ന എല്ലാ സന്യസ്തർക്കും അൽമായർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനയും ആരാധനയും സഭയ്ക്കും ലോകത്തിനും നമ്മുടെ ഇടവകയ്ക്കും ആവശ്യമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നൽകുന്ന സ്രോതസ്സായി മാറ്റണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. നമ്മുടെ നാട്ടിലും കേന്ദ്രത്തിലും രാഷ്ട്രീയ ഉത്തരവാദിത്വം വഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സ്വന്തം താല്പര്യത്തിനല്ലാതെ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. ക്രിസ്തീയ ജീവിതവും ആത്മീയ ജീവിതവും ഉപേക്ഷിക്കാൻ പ്രലോഭിതരാകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വേദനയുടെ ഇരുട്ടിലും ദൈവം തങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണെന്ന് ഓർക്കാനും വീണ്ടും ക്രിസ്തുവിലുള്ള വിശ്വാസവും വിശ്വസ്തതയും കണ്ടെത്തുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിനുള്ളിൽ സമാധാനവും സ്നേഹവും ഉള്ളതാക്കുവാൻ, മതത്തിനതീതമായി പരസ്പരം ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും സഹകരിക്കുവാനും ശാന്തമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യം മറക്കാതിരിക്കുവാനും എല്ലാവരും പ്രാപ്തരാകുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക്, പ്രത്യേകിച്ച് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുറ്റങ്ങളും കടങ്ങളും പൊറുക്കണമെന്നും അവർക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം നൽകണമെന്നും
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ.